ഈ ഒരൊറ്റ ഐറ്റം ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ ഒരു പഞ്ഞവുമില്ല. ഇതുകൊണ്ട് എങ്ങനെ വേണേലും എന്ത് വേണേലും ഉണ്ടാക്കാമല്ലോ. അതുകൊണ്ട് വീഡിയോ ഇടാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പം ഇതുകൊണ്ടൊരു ഐറ്റം ആയാലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, അതിലോട്ട് എണ്ണ ഒഴിക്കുക. പിന്നെ വേണ്ടത് സവോള കൈകൊണ്ട് ഞെരടി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ട് ചൂടായ എണ്ണയിലോട്ട് സവോള ഇട്ടിട്ടുണ്ട്. നമ്മൾ സവോളയും തക്കാളിയൊക്കെ അരച്ചെടുക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വിടുന്നില്ല. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടി ഇടാം. കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചിരി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിൽ എണ്ണ കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. എണ്ണ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോകും. അതുകൊണ്ട് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരുംജീരകവും പിന്നെ മസാലക്കൂട്ടുള്ള സാധനങ്ങളെല്ലാം വാരി ഇട്ടോ, ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടും. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ ചേർക്കുന്നേ ഇല്ല. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയൊക്കെ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ജാർ എടുക്കുക. നമ്മൾ നേരത്തെ എടുത്ത മസാലയില്ലേ, ആ മസാല ഇതിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് പേസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത പാനിലോട്ട് തന്നെ ഈ അരച്ചെടുത്ത മസാലയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. പിന്നെ വേറൊരു കാര്യം വിട്ടുപോയി, ഇങ്ങനെ തന്നെ എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അടിപൊളിയാണ്. ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെയുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇത് അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേണ്ടത് ഇതിനകത്തോട്ട് കുറച്ചുകൂടെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടി, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കുത്തലായിരിക്കും. ഇച്ചിരിയേ ചേർക്കാവുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുട്ടയില്ലേ, അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും. അപ്പം നമ്മുടെ കുറുമ റെഡിയായിട്ടുണ്ട്, അങ്ങനെ വേണേലും പറയാം.